കേരള പ്രവാസി സംഘം കായംകുളം ഏരിയ കൺവെൻഷൻ നടത്തി. സംസ്ഥാന ബജറ്റ് പ്രവാസികളെ പൂർണ്ണമായും അവഗണിച്ചെന്ന് കൺവെൻഷൻ കുറ്റപ്പെടുത്തി. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രവാസികളുടെ മക്കളെ ആദരിച്ചു. കേരള പ്രവാസി സംഘം കായംകുളം ഏരിയ കൺവെൻഷനാണ് ഗവൺമെന്റ് എംപ്ലോയീസ് ബാങ്ക് ഹാളിൽ നടത്തിയത്. പ്രവാസികളെ പൂർണ്ണമായും അവഗണിക്കുന്നതാണ് സംസ്ഥാന ബജറ്റെന്ന് കൺവെൻഷൻ ചൂണ്ടിക്കാട്ടി. മുതിർന്ന പ്രവാസികളെയും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രവാസികളുടെ മക്കളെയും ആദരിച്ചു. പ്രവാസി സംഘം ജില്ലാ പ്രസിഡന്റ് ഹാഷിം അരിപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തു. 70 കാലഘട്ടം മുതൽ കേരള സമൂഹം പ്രവാസ ജീവിതം തുടങ്ങിയതാണ്. ആദ്യകാലത്ത് സിംഗപ്പൂർ, മലേഷ്യ, പിന്നെ ശ്രീലങ്ക, അവിടേക്കായിരുന്നു ആദ്യത്തെ പ്രവാസം. ആ കാലഘട്ടം മുതൽ കേരളീയ പ്രവാസ സമൂഹം അന്നത്തെ കാലത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ഏറ്റവും വലിയ പ്രയാസം നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കുറവായിരുന്നു. പലപ്പോഴും ആ കാലഘട്ടത്തിൽ നമ്മൾ പ്രവാസ ജീവിതത്തിൽ നമ്മൾ ഗൾഫ് മേഖലകളിലും അല്ലെന്നുണ്ടെങ്കിൽ സിംഗപ്പൂർ, മലേഷ്യ, ഈ പറഞ്ഞിട്ട് വിട്ട് അന്നത്തെ സിലോൺ, ശ്രീലങ്ക, ഈ പ്രദേശത്തേക്കായിരുന്നു. അന്ന് നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ കുറവ് നമുക്ക് അവിടെ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ സമൂഹത്തിന് വിദ്യാഭ്യാസം പ്രധാനമായും നമുക്ക് കിട്ടിയത് പിന്നെ 1957 വന്ന EMSന്റെ ഗവൺമെന്റിന്റെ കാലത്ത് വന്ന വിദ്യാഭ്യാസ നയമാണ് ശരിക്കും പ്രവാസികളെ, പ്രത്യേകിച്ച് ഗൾഫ് മേഖലകളിൽ നമുക്ക് ഒരു ഉന്നത ജോലികളിലേക്കും ഉന്നത നിലവാരമുള്ള മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മളെ എത്തിപ്പെടുത്തിയത് 1957 EMSന്റെ ഗവൺമെന്റാണ്. അത് നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കും, അതുമായിട്ട് എന്താണ്? പൊതുവിദ്യാഭ്യാസം ഒരു എല്ലാവർക്കും എത്തിക്കപ്പെട്ടത് 57 EMS ഗവൺമെന്റാണ്. ആ EMS ഗവൺമെന്റ് 1957 പൊതുവിദ്യാഭ്യാസം സാർവത്രികമാക്കിയപ്പോൾ നമുക്ക് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ സാധാരണക്കാർക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റില്ല. അന്നത്തെ ആ ഫീസ് കൊടുത്ത് പോകാൻ പറ്റില്ല. കർഷക തൊഴിലാളികളെയും കർഷകരുടെയും മക്കൾ പഠിക്കാൻ പോകുന്നു എന്നുള്ള അന്നത്തെ ജന്മി സമൂഹം അംഗീകരിച്ചിരുന്നില്ല. നമ്മൾ പിന്നെ 1957 ആ വിദ്യാഭ്യാസ നയം വന്നതിന് ശേഷം എല്ലാ കർഷക തൊഴിലാളികളുടെയും സാധാരണക്കാരുടെ മക്കളെയും നമ്മൾ സ്കൂളുകളിലേക്ക് അയക്കാൻ തുടങ്ങി. സ്കൂളുകളിലേക്ക് നമ്മൾ അയച്ചപ്പോൾ നമുക്കുണ്ടായ ഗുണം, സ്കൂളിൽ പോയി അവർ അത്യാവശ്യം വിദ്യാഭ്യാസം നടത്തി. ആ ഒരു കാലഘട്ടം നമ്മുടെ ഗൾഫ് കുടിയേറ്റം തുടങ്ങുന്ന സമയമാണ്, 65കൾക്ക് ശേഷം. അന്നേരം നമ്മൾ ഗൾഫിലേക്ക് ചെന്നപ്പം നമുക്ക് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും പാകിസ്ഥാൻ, മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നെല്ലാം അല്പം വിദ്യാഭ്യാസം കൂടിയ ആൾക്കാർ നമ്മൾ കേരളീയ സമൂഹമായി മാറി. കോശി തരകൻ അധ്യക്ഷത വഹിച്ചു. ഏറെക്കാലം ഈ കേരളത്തിൽ പ്രവാസി സമൂഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുള്ള ഒരു സംഘടന എന്ന നിലയിൽ കേരള പ്രവാസി സംഘം എന്നും സമൂഹത്തിന്റെ നന്മയ്ക്കായിട്ട് നിലകൊണ്ടിട്ടുള്ള ഒരു സംഘടനയാണ്. കഴിഞ്ഞ ഓരോ വർഷക്കാലവും കേരളത്തിലെ പ്രവാസി സമൂഹത്തിന് വേണ്ടി ഇവിടെ നിന്ന് അന്യനാടുകളിൽ പോയി രാപ്പകൽ കഷ്ടപ്പെട്ട് അവരുടെ കുടുംബം പുലർത്തുന്നതിന് വേണ്ടി അഹോരാത്രം പണിപ്പെടുന്ന പ്രവാസി സമൂഹത്തിന്റെ ദുഃഖങ്ങളിലും അവരുടെ യാതനകളിലും ഒക്കെ തന്നെ അവരോടൊപ്പം ചേർന്ന് നിന്ന് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയാണ് നമ്മുടെ കേരള പ്രവാസി സംഘം എന്ന് പറയുന്നത്. ഷിബുവിനെ പ്രസിഡന്റായും സാബു വാസുദേവനെ സെക്രട്ടറിയായും സുധീർ ഫർസാനയെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.